ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ പഴുത്ത മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഇതുപോലെ നല്ലൊരു വലിപ്പമുള്ള പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് കളയുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ അത് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മാങ്ങ മുഴുവനായിട്ടും ഞാനിപ്പോൾ എടുക്കുന്നില്ല, ഇതുപോലെ 1/2 ഭാഗം മാത്രം എടുക്കുന്നുള്ളൂ. ഞാൻ എടുക്കുന്ന ഈ ഒരു അളവനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഇതിലേക്ക് എടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള മാങ്ങ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് കണക്ക് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും കൂട്ടിയും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള കൂട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ മാങ്ങയുടെ 1/2 ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇതുപോലെ മുഴുവൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ് അളവിൽ. എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതേ ജാറിൽ തന്നെ ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലൊരു മധുരത്തിന്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണം കിട്ടാനായിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിന് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ എടുക്കുമ്പോൾ വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു മാങ്ങാ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി കിട്ടാനായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഇപ്പോൾ പറയാനായിട്ടില്ല. ഇതിലേക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇത് റവ ആയതുകൊണ്ട് തന്നെ വീണ്ടും ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നെയ്യ് വേണ്ട, നെയ്യുടെ മണം ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് അളവിലും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. എന്നിട്ടിത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു 1/4 കപ്പ് അളവിലുള്ള 3 കപ്പ് പാലും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ആ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ്. ഇനി ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഈ മാവ് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പാത്രത്തിൽ ചെയ്തെടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൗളിലോ ട്രേയിലോ എന്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് ഒരു അരിപ്പത്തട്ട് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു പ്ലേറ്റും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല പഞ്ഞ് പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആകുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.